So hello guys, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു സീരീസിൽ അല്ലെങ്കിൽ ഈ ഒരു വീക്ക് മൊത്തം നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഹോബിയായ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഫിലിം മേക്കിംഗ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള കുറച്ച് എമൗണ്ട് ഏൺ ചെയ്യാനാണ്. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ സീരീസിലെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ആദ്യത്തെ എപ്പിസോഡിൽ, അതായത് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് ആസ് എ ബിഗിനർ ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ ഫിലിം മേക്കർ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്റ്റോക്ക് ഇമേജസ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഫൂട്ടേജസ് വഴി ചെറിയൊരു എമൗണ്ട് ഏൺ ചെയ്യാനാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ ഒരു വർഷം മുമ്പ് തുടങ്ങിയ മറ്റൊരു പരിപാടിയാണ്. നമുക്ക് ഒരു ഫോട്ടോഗ്രാഫറോ അല്ലെങ്കിൽ ഫിലിം മേക്കറോ ഒന്നും ആവണ്ട, നിങ്ങൾക്കൊരു ക്രിയേറ്റീവ് ഹെഡ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ക്രിയേറ്റീവ് മൈൻഡ് ഉണ്ടെങ്കിൽ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതുള്ളൂ. വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് എങ്ങനെയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നല്ല ഒരു എമൗണ്ട് ഏൺ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ പുതിയതാണെങ്കിൽ, എൻ്റെ പേര് ഓസ്റ്റിൻ. ഈ ഒരു ചാനൽ നമ്മൾ ഫോട്ടോഗ്രാഫി ആൻഡ് ഫിലിം മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പുറത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. നമുക്കപ്പോൾ ഇൻട്രോ റോൾ ചെയ്യാം, വീഡിയോയിലോട്ട് കിടക്കാം. വേറെ ഒന്നുമല്ല, നമ്മുടെ ചുറ്റുപാടും ഒരുപാട് പുതിയ ബ്രാൻഡുകൾ വരുന്നുണ്ട്. എന്ത് ഷോപ്പുകളായിക്കോട്ടെ, നിങ്ങൾക്കൊരു നല്ല ക്വാളിറ്റി ഒരു ക്ലോത്തിങ് സ്റ്റോർ ആയിക്കോട്ടെ, ഒരു ഫാഷൻ ആക്സസറി സ്റ്റോർ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ എന്ത് ടൈപ്പ് സ്റ്റോർ ആയാലും, ഒരു ഓട്ടോമേറ്റീവ് സ്റ്റോറോ അല്ലെങ്കിൽ ഒരു കഫേ ആയാലും ഒരു ഹോട്ടലായാലും നിങ്ങൾക്ക് പോയി അപ്രോച്ച് ചെയ്യാവുന്നതാണ്. വേറെ ഒന്നുമല്ല, 2020 ഇങ്ങനത്തെ ഒരു ഷോപ്പ് വരുമ്പോൾ അവർക്ക് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ ഒരു സോഷ്യൽ മീഡിയ പേജ്. അതായത് അവരുടെ ഒരു സ്വന്തം പോർട്ട്ഫോളിയോ ആണത്. നമ്മളെന്താ ചെയ്യുന്നത്, അതൊന്ന് മാനേജ് ചെയ്യുക, അതൊന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാം. മെയിൻലി നമ്മൾ ഈ ഒരു 2020 നമ്മൾ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ബിസിനസ് അക്കൗണ്ട്സിലൊക്കെ നമ്മൾ കാണുന്നത് നല്ല ക്വാളിറ്റി പോസ്റ്റേഴ്സാണ്. പോസ്റ്റേഴ്സ് എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കാനും ഓഡിയൻസിൻ്റെ ആ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു റീച്ച് നമുക്ക് കിട്ടുവാനാണ്. ഏതൊരു ബിസിനസ് തുടങ്ങുന്ന ആളായാലും ഒരു പുതിയ ബ്രാൻഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും സോഷ്യൽ മീഡിയ അവർക്ക് അത്യാവശ്യമാണ്. നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ഓണറിനെ പോയി മീറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ അവിടുത്തെ ഒരു മാനേജറിനെ പോയി നിങ്ങൾ മീറ്റ് ചെയ്യുക. ഒന്നും വേണ്ട, നിങ്ങൾ കാലത്ത് തന്നെ നിങ്ങളുടെ ബൈക്ക് എടുത്ത് ഇറങ്ങിക്കോ. നിങ്ങൾ കാണുന്ന നല്ല ക്വാളിറ്റി ഷോപ്പുകളിൽ മാത്രം നിങ്ങൾ കയറാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല ക്വാളിറ്റി ഷോപ്പ് എന്ന് മെൻഷൻ ചെയ്യേണ്ട ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മൾ എന്ത് വർക്ക് ചെയ്തോട്ടെ അത് നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്കുള്ളതാണ്. നമ്മുടെ സെലക്ഷൻ നമ്മൾ ആദ്യം റിഫൈൻ ചെയ്യണം. നമ്മൾ നല്ല കടകളിൽ കയറി കഴിഞ്ഞാൽ അതിന് മാത്രം നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആ കടയിൽ തന്നെ ഉണ്ടായിരിക്കും. നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് നല്ല ഫോട്ടോസ് എടുത്ത് അതൊരു പോസ്റ്ററിലോട്ട് കൺവേർട്ട് ചെയ്ത് നമുക്കത് അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ അവർക്ക് പോസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള നല്ല അടിപൊളി ക്വാളിറ്റി പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫോട്ടോസ് നമുക്ക് അവർക്ക് എടുത്തു കൊടുക്കാനായിട്ട് പറ്റും. ഞാനപ്പോൾ ഇങ്ങനെ അപ്രോച്ച് ചെയ്തതുപോലെ തന്നെയാണ് ഞാൻ കാലത്ത് എനിക്കും ഞാൻ ജസ്റ്റ് ഗൂഗിൾ മാപ്പ് എടുക്കും. ഗൂഗിൾ മാപ്പിൽ നമ്മുടെ ചുറ്റുപാടുള്ള അടുത്തുള്ള സ്റ്റോറുകൾ ഞാൻ നോക്കും. ആ സ്റ്റോറുകളുടെ പേര് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് ഈ പേജുകൾ അല്ലെങ്കിൽ ഈ പേരുകൾ ഞാൻ സെർച്ച് ചെയ്ത് നോക്കും. ആ ഒരു പേരിൽ അവർക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, അതല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പേജിൽ അവരെന്ത് കണ്ടൻറ്റാണ് അവർ ഇട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോലത്തെ ഒരു സ്റ്റാർട്ടർ അല്ലെങ്കിൽ ഒരു ബിഗിനർ ഫോട്ടോഗ്രാഫറിന് അവരെ പോയി മുട്ടിക്കഴിഞ്ഞാൽ ഒരു വർക്ക് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ടോ എന്നൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ അവരെ പോയി മീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെ ഡയറക്റ്റ്ലി പോയി മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ചെറിയ പ്രിപ്പറേഷൻസ് നമുക്ക് എടുക്കാനുണ്ട്. അതായത് നമ്മളെന്താ ചെയ്യുന്നത്, നമ്മുടെ ഒരു സർവീസ് നമ്മൾ അവർക്ക് കൊടുക്കുകയാണ്. അതായത് നമ്മളൊരു പോസ്റ്റർ അല്ലെങ്കിൽ ഒരു ഫോട്ടോസ് അവർക്ക് കൊടുത്തുകൊണ്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പേജ് മെയിൻറ്റെയിൻ ചെയ്യണം നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ അവർക്ക് സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ് മൊത്തമായിട്ട് ഒരു മാസത്തേക്ക് അവരുടെ പേജ് നിങ്ങളാണ് ഹാൻഡിൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രൈസ് പറയാം. അതല്ല, നിങ്ങൾ അവിടെ പോയി നിങ്ങൾ അവരുടെ ഷോപ്പിൽ പോയി നിങ്ങൾ നിങ്ങളുടെ ക്യാമറയിലെടുത്ത ഫോട്ടോസ് നിങ്ങൾ പോസ്റ്ററാക്കി കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് വേറൊരു എമൗണ്ട് പറയാം. ഇനി അതല്ല, നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ നിന്ന് ഇമേജ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും നിങ്ങൾക്ക് ഒരു എമൗണ്ട് പറയാം. നിങ്ങളപ്പോൾ ജസ്റ്റ് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സർവീസ് പാക്കേജുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് നമ്മളെന്താ ചെയ്യേണ്ടത്, ആ ഒരു ഷോപ്പിൽ പോയിട്ട് നമ്മൾ എന്താണ് സോഷ്യൽ മീഡിയ അഡ്വർടൈസിങ്ങിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് നമ്മൾ അവർ പറഞ്ഞു കൊടുക്കാം. മോസ്റ്റ്ലി 2020 ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ അവർക്ക് അറിയേണ്ടായിരിക്കും. അവർക്ക് ഓൾറെഡി ഒരു പേജ് ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് അത് എങ്ങനെയാണ് ബെറ്റർ ആക്കി കൊടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മുടെ സർവീസ് അവരെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ അവരെ പരമാവധി കൺവിൻസ് ചെയ്യിപ്പിക്കാൻ നോക്കാം. നമ്മുടെ കയ്യിൽ സാമ്പിൾ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും അവരെ കാണിച്ചു കൊടുക്കാം. നല്ലൊരു മെത്തഡാണിത്. ഇനി നിങ്ങൾ തുടക്കക്കാരനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം തന്നെ നിങ്ങളുടെ അടുത്തുള്ള ബ്രാൻഡുകളിൽ ഷോപ്പുകളിൽ പോയിട്ട് നിങ്ങൾ ജസ്റ്റ് പറയാം, ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇത്ര പോസ്റ്റേഴ്സ് ചെയ്തു തരാം, അല്ലെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫ്സ് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ബ്രാൻഡ് നെയിം വെച്ചുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് ഫ്രീ സർവീസ് ഓഫർ ചെയ്യാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ നമുക്ക് തരുന്നത് കുറച്ച് ടൈമാണ്, അവർക്ക് കിട്ടുന്നത് നല്ല ക്വാളിറ്റി പോസ്റ്റേഴ്സാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് തന്നെയാണ്. നമ്മൾ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
നിങ്ങൾ ഇത്ര ചെയ്യേണ്ടോ, നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ 2-3 ബ്രാൻഡുകൾക്ക് വേണ്ടി നിങ്ങളൊരു ഫ്രീ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്കിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് അവർ ഇമ്പ്രസ്ഡ് ആയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അവർ നമുക്ക് വർക്ക് തരും. അതല്ലെങ്കിൽ അവരുടെ പേജിൽ നമ്മൾ എടുക്കുന്ന ഈ പോസ്റ്റ് വേറെ ആരെങ്കിലും കണ്ടിട്ട് അവർ നമുക്ക് എൻക്വയറീസ് തരാനായിട്ട് അല്ലെങ്കിൽ അവർ നമ്മളെ വിളിച്ച് അന്വേഷിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ബിൽഡ് ചെയ്യുന്നത് നമ്മുടെ തന്നെ പോർട്ട്ഫോളിയോ ആണ്. നിങ്ങൾ ഏത് ചെറിയ വർക്കായാലും ഫ്രീ വർക്കായാലും പേയ്മെൻറ്റ് നോക്കാതെ നിങ്ങളുടെ മാക്സിമം ഔട്ട്പുട്ട് നിങ്ങൾ അവർക്ക് കൊടുക്കാനായിട്ട് നോക്കുക. അതിനുശേഷം നിങ്ങളൊരു 3-4 ബ്രാൻഡുകൾക്ക് നിങ്ങൾ വർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ തന്നെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ഫീഡ് അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് നിങ്ങൾ പ്രോപ്പർലി ഡിസ്പ്ലേ ചെയ്യുക. അടുത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, വീണ്ടും ഇതേപോലെ കുറച്ചും കൂടി ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ടുള്ള ബിസിനസ് അല്ലെങ്കിൽ ബ്രാൻഡുകളിലോ അല്ലെങ്കിൽ ഷോപ്പുകളിലോട്ട് പോയിട്ട് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇതാണ് ഞാൻ ചെയ്യുന്ന സർവീസ്, ഞാൻ നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള നല്ല സ്റ്റണ്ണിങ് പോസ്റ്റേഴ്സ് ഞാൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരാം. അപ്പോൾ എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പാക്കേജ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക അവരുടെ അടുത്ത്. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പാക്കേജ് അവർക്ക് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഓരോ പാക്കേജ് അവരെടുക്കുമ്പോഴും അവർക്ക് എന്താണ് അഡ്വാൻറ്റേജ് എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പാക്കേജ് ആക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങളുടെ ഏറ്റവും ബേസ് പ്രൈസിൽ വരുന്ന പാക്കേജിൽ നിങ്ങൾ ഏറ്റവും മിനിമം സർവീസസ് മാത്രം നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. അതായത് ആ ഒരു പാക്കേജിലോട്ട് ആരും സെലക്ട് ചെയ്യരുത് എന്ന രീതിയിൽ വേണം നിങ്ങൾ ആ ഒരു പാക്കേജ് നിങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട്. രണ്ടാമത്തെ പാക്കേജ് എന്ന് പറയുന്നത് ഒരു 80% ആൾക്കാരും ഈ ഒരു പാക്കേജ് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത് എന്ന രീതിയിൽ വേണം നിങ്ങൾ ആ ഒരു പാക്കേജ് സെറ്റ് ചെയ്യാനായിട്ട്. മൂന്നാമത്തെ എന്ന് പറയുന്നത് ആ ഒരു പാക്കേജിലായിരിക്കണം ഏറ്റവും വാല്യൂ വരുന്നത്. കുറച്ച് പ്രൈസ് കൂടുതലായിരുന്നാലും അത് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വർത്ത് ആവുന്ന രീതിയിൽ വേണം നിങ്ങൾ മൂന്നാമത്തെ പാക്കേജ് നിങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു മാസ്റ്റർ റൂളൊന്നല്ല കേട്ടോ, ഞാൻ ഫോളോ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ പാക്കേജസ് ഓർഗനൈസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് സെല് ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഈ ഒരു മെത്തേഡ് വഴി നിങ്ങൾക്ക് നല്ല രീതിയിൽ എമൗണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഈ മന്ത്ലി ആയിട്ട് അവർക്ക് ചാർജ് ചെയ്യാമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ സിംഗിൾ പോസ്റ്ററിന് ഒരു പേയ്മെൻറ്റ് നിങ്ങൾക്ക് പറയാം. അതായത് ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ 350 റുപ്പീസ് അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ 500 റുപ്പീസ്. അപ്പോൾ നിങ്ങളുടെ വാല്യൂ അനുസരിച്ച് വേണം നിങ്ങൾ ആ ഒരു പ്രൈസിങ് നിങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട്. നിങ്ങളൊരു ബിഗിനറാണ്, നിങ്ങൾക്ക് തന്നെ വലിയ പിടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു എമൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ ആ ഒരു ക്ലയൻറ്റ് ചിലപ്പോൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ കഴിവും അനുസരിച്ച് വേണം നിങ്ങൾ പ്രൈസ് സെറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു തുടക്കക്കാരനാണ്, നിങ്ങൾ ഈ ഒരു ഫീൽഡിലോട്ട് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 350 എന്ന് പറയുന്നത് വളരെ നല്ലൊരു പ്രൈസിംഗ് ആണ്. 350 റുപ്പീസിന് നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പോസ്റ്റർ നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും അത് വേർത്താണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ല രീതിയിൽ എമൗണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ സ്റ്റോക്ക് ഇമേജസ് വഴി ഏൺ ചെയ്യുമെന്നാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിരുന്നത്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഈ 2 മെത്തേഡിനേക്കാളും കുറച്ചും കൂടി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള വേറൊരു മെത്തേഡാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്രയും ഹാപ്പിയാണ്. കാരണം ഇൻറ്ററാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോസിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെന്താ, നമ്മുടെ ചാനലിലെ ബാക്കി എല്ലാ വീഡിയോസും ഞാൻ പ്ലേലിസ്റ്റായി കാറ്റഗറൈസ് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതുകൂടി ഒന്ന് കയറി നോക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ്. നമുക്കിനി എന്തായാലും പുതിയൊരു വീഡിയോയിൽ ഇനി കാണാം. അതുവരെ ബൈ, പീസ്.